ഇനി ഞാൻ ആ വിഷയത്തിലേക്ക് എത്തിയാൽ ശ്രീ പി ഡി ടി ആചാരി, അതായത് അവിടെ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ട വിഷയങ്ങൾ ദേശീയ പ്രാധാന്യമുള്ള സഭ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളായി ശ്രീ പി ഡി ടി ആചാരിക്ക് തോന്നുന്നുണ്ടോ? മണിപ്പൂരിലെ വിഷയം, അവിടെ ഇപ്പോഴും തീ അണഞ്ഞിട്ടില്ല. സംഭാലിലെ വിഷയം 5 പേർ വെടിയേറ്റു മരിച്ചൊരു വിഷയമാണ്. അതിന് തുടർച്ചയെന്ന വണ്ണം രാജസ്ഥാനിൽ അജ്മീർ ദർഗ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ഈ അന്വേഷണം പോകുന്നു. അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ആരംഭിക്കുന്നു. രാജ്യത്തൊരു അസ്വസ്ഥതയുണ്ടാവുന്നു. മറ്റൊന്ന് ഈ അദാനിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇതെല്ലാം സഭയിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ലേ ശ്രീ പി ഡി ടി ആചാരി? തീർച്ചയായിട്ടും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മണിപ്പൂരിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം, അദാനിയുടെ പ്രശ്നം ഡിസ്കസ് ചെയ്യണം, അതുപോലെ തന്നെയുള്ള ഒരുപാട് ധാരാളം ഇഷ്യൂസ് ഉണ്ട്. ഈ ഇഷ്യൂസ് ഒക്കെ ഡിസ്കസ് ചെയ്തേ പറ്റുള്ളൂ. പാർലമെന്റിലാണ് ഡിസ്കസ് ചെയ്യേണ്ടത്, വേറെ എവിടെ ഡിസ്കസ് ചെയ്യും? അപ്പോൾ അത് പ്രതിപക്ഷത്തിന് അതിന് അവകാശമുണ്ട് ഈ കാര്യങ്ങളൊക്കെ റേസ് ചെയ്യാൻ. പക്ഷെ പ്രതിപക്ഷത്തിന് ആവശ്യമുള്ളത്, എനിക്ക് തോന്നിയിട്ടുള്ളത്, അവർക്കൊരു പ്രോപ്പർ സ്ട്രാറ്റജി ഉണ്ടാവണമെന്നുള്ളതാണ്. സഭയ്ക്കകത്ത് വിഷയങ്ങൾ എങ്ങനെ അവതരിപ്പിക്കാമെന്നുള്ളതിനെ കുറിച്ചൊരു പ്രോപ്പറായ ഒരു സ്ട്രാറ്റജി അവർക്ക് രൂപപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അത് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പറയാനത് കാരണം ഇപ്പോൾ ഈ അഡ്ജേൺമെന്റ് മോഷൻ അവർ കൊടുത്തിട്ടുണ്ട് നോട്ടീസ്. അത് കോൺഗ്രസ് മെമ്പേഴ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വേണ്ടിയത് പ്രതിപക്ഷങ്ങള് 2-3 പാർട്ടികൾ, പ്രബലങ്ങളായ പാർട്ടികളുണ്ട് അവിടെ, 3-4 പാർട്ടികളുണ്ട്. അവയെല്ലാം കൂടി ആലോചിച്ച് കോമണായ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി അത് ആ വിഷയങ്ങൾ അവതരിപ്പിക്കണം. അത് പ്രധാനമായിട്ടും പ്രതിപക്ഷ നേതാവാണ് സഭയിൽ അവതരിപ്പിക്കേണ്ടത്. ഞാൻ പറയുന്നത് പ്രതിപക്ഷ നേതാവ് തന്നെ സൈൻ ചെയ്താണ് അഡ്ജേൺമെന്റ് മോഷൻ കൊടുക്കേണ്ടത്. അത് അഡ്ജേൺമെന്റ് മോഷൻ എന്ന് പറഞ്ഞാൽ അടിയന്തര പ്രമേയം. ഈ അടിയന്തര പ്രമേയത്തിന് പറ്റുന്ന വസ്തുതയാണെങ്കിൽ, ആ വിഷയമാണെങ്കിൽ, അത് പ്രതിപക്ഷ നേതാവ് തന്നെ സൈൻ ചെയ്ത് അത് കൊടുത്തിട്ട് പ്രതിപക്ഷ നേതാവ് സഭയിൽ എണീറ്റ് നിന്ന് അതിനെക്കുറിച്ച് സ്പീക്കറോട് സംസാരിച്ച്, അപ്പോൾ പ്രതിപക്ഷത്തിലുള്ള എല്ലാ മെമ്പർമാരും അദ്ദേഹത്തിന്റെ സപ്പോർട്ടിന് വേണ്ടി വേണമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം. അതിൻ്റെ ഒരു ഇമ്പാക്റ്റിന് വേണ്ടി പല കാര്യങ്ങൾ സഭയിൽ ഒരു കാര്യം ഉന്നയിക്കുന്നതിന് ഒരു രീതിയുണ്ട്. അപ്പൊ അത് മാക്സിമം ഇഫക്റ്റീവ്നെസ് കൊണ്ടുവരാൻ വേണ്ടി അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ അങ്ങനെയുള്ള ഒരു രീതി അല്ല നാം കാണുന്നത്. ഇപ്പം കോൺഗ്രസിന്റെ മെമ്പേഴ്സ് മാത്രം അത് കൊടുക്കുകയാണ്. അങ്ങനെയല്ല വേണ്ടിയത്. ആ വിഷയത്തിന്റെ പ്രാധാന്യം പരിഗണിച്ചുകൊണ്ട് അവർക്ക് മൊത്തത്തിൽ ഇങ്ങനൊരു സമവായം ഉണ്ടാക്കി അവർക്ക് മൊത്തത്തിൽ പ്രതിപക്ഷം പഴയ പോലുള്ള പ്രതിപക്ഷമല്ല, 230 മെമ്പർമാരും മറ്റുള്ള ഒരു പ്രതിപക്ഷമാണ് ഇന്ന് ലോക്സഭയിലുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഇഫക്റ്റീവ്നെസ് വേണ്ടേ, അത് പ്രദർശിപ്പിക്കണം, ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. അതാണ് സ്ട്രാറ്റജി വേണ്ടത്. പക്ഷെ അത് കാണുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. ഓക്കെ, താങ്ക് യു ശ്രീ പി ഡി ടി ആചാരി. കാര്യങ്ങൾ വ്യക്തമായി വിശദീകരിച്ചതിന്. ലോക്സഭ മുൻ സെക്രട്ടറി ജനറലാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്ന ശ്രീ പി ഡി ടി ആചാരി. Debate with Dr. Arun Kumar.